മകൻ വരും, നിന്റെ മോൻ വരും. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 5-7 തിരുവചനങ്ങൾ. പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. അന്റോണിയോ സൈമൺ എന്ന ഈ സഹോദരൻ തൻ്റെ ജീവിതത്തിൽ അവിചാരിതമായുണ്ടായ വലിയ ദുരന്തത്തെയാണ് അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് സംരക്ഷണത്തിലൂടെ ലഭിച്ച അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്. വളരെ നല്ല നിലയിൽ വിദേശത്ത് സഹോദരനും ജീവിത പങ്കാളിയും ജോലിയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഒരു ചെറിയ നോട്ടക്കുറവ് കൊണ്ട് ഒപ്പിട്ട് കൊടുത്ത പേപ്പറുകളിലൂടെ കൂടെ ഉണ്ടായിരുന്നവർ സ്ഥാപനത്തിലെ വസ്തുക്കൾ മറിച്ചു വിൽക്കുകയും അത് കുറ്റകൃത്യമായി മാറുകയും ചെയ്യുന്നത്. തെറ്റ് ചെയ്തവരോടൊപ്പം ഒപ്പിട്ടതുകൊണ്ട് അന്റോണിയോയും ജയിലിൽ അകപ്പെടുന്നു. ജയിലിൽ അവിടെ അകപ്പെടുകയും യാതൊരു തരത്തിലും തൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കുവാനാവാതെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നാളുകളിലാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ പ്രാർത്ഥന മകന് വേഗം നീതി നടപ്പാക്കി കിട്ടുവാനും പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കപ്പെട്ട് നാട്ടിലേക്ക് വേഗം എത്തിച്ചേരുവാനുള്ള വഴി തുറക്കുന്നതിന് വേണ്ടിയായിരുന്നു. പരിശുദ്ധമ്മയുടെ സംരക്ഷണം മകന് നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നത് മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജീവിത പങ്കാളി സൗദി അറേബ്യയിൽ തന്നെ നേഴ്സായി ജോലി ചെയ്യുന്നു. ഒരു ചെറിയ കടലാസിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി ജയിലിൽ കൊണ്ടുവന്ന് മകന് കൊടുക്കുന്നു. അത് കൃത്യസമയത്ത് രാവിലെയും സന്ധ്യയ്ക്കും ആ പ്രാർത്ഥന നിരന്തരം ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമ്മയുടെ ഇടപെടലിലൂടെ വേഗം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി, കേസ് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി മകൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആദ്യം വിധി വരുമ്പോൾ ഓരോരുത്തരും 50 ലക്ഷം അവിടെ പിഴയടക്കണം എന്ന വിധിയാണ് പുറപ്പെടുവിക്കുക. വളരെ മനോവേദനയും ക്ലേശവും അനുഭവിച്ച നാളുകളിൽ പ്രാർത്ഥന തുടരുകയും വീണ്ടും അതിന് ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി വാദിക്കുകയും ചെയ്തു. രണ്ടാമത് അത് 20 ലക്ഷം രൂപയായി കുറയുകയും ജയിൽ മോചിതനാകുവാനുള്ള സാധ്യത അതിലൂടെ തുറക്കുകയും ചെയ്തു. ഈ 22-ാം തീയതി അവിടെ നിന്നും ജയിൽ മോചിതനായി മകൻ നാട്ടിലെത്തിയതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, അമ്മ പറയുമ്പോൾ നിലവിളിയോടെ കണ്ണീരോടെ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ച ദിവസങ്ങളിലൊക്കെയും എൻ്റെ സ്വപ്നങ്ങളിൽ അമ്മ